ജീവകാരുണ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഗസയിലേക്കുള്ള ഭക്ഷ്യവിതരണം നിലച്ചുവെന്ന വാർത്ത വരുന്നു. ഇസ്രയേലിന് ആയുധം നൽകുന്നത് ബ്രിട്ടൻ നിർത്തിവെക്കണമെന്ന് ബ്രിട്ടനിലെ സുപ്രീം കോടതി ജഡ്ജസ് ആവശ്യപ്പെട്ടുവെന്ന് വാർത്ത വരുമ്പോൾ ഈ വാർത്തകളെ ആഴത്തിൽ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം പി ജെയിംസ് ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഹായ്. അപ്പോൾ ബ്രിട്ടനിലെ ജഡ്ജസ് പറയുന്നതിനകത്തും കാര്യമുണ്ടല്ലോ. അപ്പോൾ അതല്ല, അമേരിക്കയിലെ ജോ ബൈഡനെതിരെ വിമർശനവും ലോകവ്യാപകമായി ഉയരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇസ്രയേലിനെ ആയുധം അണിയിക്കാൻ പാടില്ല എന്നല്ലേ ഇവരൊക്കെ പറയുന്നത്? SKN, ഇസ്രായേൽ ലോകമെമ്പാടും ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ ക്രൂഷ്യലായിട്ട് മാറിയിരിക്കുന്നത്, നിർണായകമായിട്ട് മാറിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 7 ജീവകാരുണ്യ പ്രവർത്തകർ, അത് വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന ചാരിറ്റി സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന 7 പേർ, അവർ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലി സേന ബോംബിട്ട് അവരെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്ന് ഗസയിലേക്കുള്ള ഭക്ഷ്യ വിതരണം തന്നെ നിലച്ചിരിക്കുന്നു. കാരണം 400 ടണ്ണുമായി സൈപ്രസിൽ നിന്നെത്തിയ കപ്പൽ മടങ്ങിപ്പോയി എന്ന് മാത്രമല്ല, ഇവിടെ ലക്ഷങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥയാണ്. ഇസ്രായേലാണെങ്കിൽ ഈജിപ്ഷ്യൻ അതിർത്തിയിലൂടെ ട്രക്കുകൾ, ഭക്ഷ്യവസ്തുക്കളുമായി 7000 ട്രക്കുകളാണ് കാത്തു കിടക്കുന്നത്. അവരെ കടത്തിവിടുന്നില്ല. ശരിക്കും ശ്വാസം മുട്ടിച്ചും ഭക്ഷണം കൊടുക്കാതെയും ഒരു ജനതയെ വംശഹത്യ നടത്തുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. SKN, ഇതിനെതിരെ ഇപ്പോൾ ഇതുവരെ അറബ് രാജ്യങ്ങളാണ് കൂടുതലായിട്ട് പ്രതിഷേധിച്ചെങ്കിൽ ഇപ്പോൾ ലോകരാജ്യങ്ങൾ, ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ തന്നെ ഇസ്രായേലിനെതിരെ തിരിയുന്നു. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, ഇസ്രായേൽ ഇത് നിർത്തണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ ആയുധം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ തന്നെ ബ്രിട്ടനിലെ രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രായേലിന് ആയുധം കൊടുക്കരുത്, ഇത് വംശഹത്യയ്ക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണെന്ന് ബ്രിട്ടനിൽ പറഞ്ഞിരിക്കുന്നു. അമേരിക്കയിൽ ഡെമോക്രാറ്റുകളുടെ ഇടയിൽ വലിയമായിട്ടുള്ള പ്രതിഷേധമാണ്, വലിയ പ്രഷറാണ് ജോ ബൈഡന് മേൽ. ഈ അടുത്തിടെയാണ് ശതകോടികളുടെ ആയുധങ്ങൾ നൽകിയത്. ഏതാണ്ട് 2000 പൗണ്ട് തൂക്കമുള്ള MK-84 ടൈപ്പ് ബോംബുകൾ, അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളൊക്കെ നൽകി. അപ്പോൾ ഇന്ന് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ജോ ബൈഡൻ പൊട്ടിത്തെറിച്ചത് ഇസ്രായേലിനെതിരെ. ഇസ്രായേൽ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനാവില്ല. ജീവകാരുണ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നത് അമേരിക്കക്കാർ, കാനഡ, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ UK, പോളണ്ടിലെ വളരെ പ്രശസ്തനായിട്ട് അറിയപ്പെടുന്ന സോബ്രോൾ എന്ന ജീവകാരുണ്യ പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത്. അതിൻ്റെ സുഹൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇത് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ആദ്യം സുഹൃത്തിനെ വിളിച്ചു നോക്കി, അധികം ഫോൺ എടുക്കുന്നില്ല. പിന്നെയാണ് അറിഞ്ഞത് ഈ കാർ ബൈ കാർ ഓരോ കാറിനെയും ലക്ഷ്യം വെച്ച് ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് വേൾഡ് സെൻട്രൽ കിച്ചൻ്റെ തലവൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ എതിർപ്പ് കൂടുന്നു. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ഒന്നിനും വഴങ്ങുന്നില്ല. SKN, ജെയിംസ്, മറ്റൊരു കാര്യം, ഈ തൈവാനിലെ ഭൂകമ്പം, അവിടെ 2 ഇന്ത്യക്കാരും കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ വാർത്ത വരുന്നു. അവരെ കാണാനില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 10 പേർ കൊല്ലപ്പെട്ടു. തൈവാനിലെ ഭൂകമ്പത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടിയോ? SKN, തായ്വാനിലെ നിരവധി കെട്ടിടങ്ങൾ, ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അതിനിടയിൽ ആയിരങ്ങൾ കുടുങ്ങിക്കിടപ്പുണ്ട്. 1000-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണസംഖ്യ 10 എന്നാണ് ഔദ്യോഗിക കണക്ക് വന്നിരിക്കുന്നത്. ഇന്ത്യക്കാരായിട്ടുള്ള, ഇതിൻ്റെ പ്രഭവ കേന്ദ്രത്തിനടുത്താണ് ഇന്ത്യക്കാരായിട്ടുള്ള 2 പേരെ, ഒരു പുരുഷനെയും സ്ത്രീയും കാണാതായിട്ടുള്ളത്. അവർ ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്തായാലും ഫിലിപ്പീൻസിലും ജപ്പാനിലും ചൈനയിലൊക്കെ സുനാമി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പ് ഫിലിപ്പീൻസ് പിൻവലിച്ചിട്ടുണ്ട്. ഏതാണ്ട് 35 തുടർചലനങ്ങൾ ഉണ്ടായി. SKN, അറിയാവുന്ന പോലെ ഈ തായ്വാൻ ഈ പസഫിക് സമുദ്രത്തിനടുത്താണ് കഴിയുന്നത്. പസഫിക് സോൺ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടാകുന്ന സോണാണ് ഈ പസഫിക് മേഖല. അതിൽ പെട്ടതാണ് തായ്വാൻ. കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഭൂകമ്പമാണ് 7.4 രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ 99-ൽ 7.6 രേഖപ്പെടുത്തിയപ്പോൾ 2400 പേർ മരണമടഞ്ഞിരുന്നു. ഇപ്പോൾ ഇതേതായാലും മരണസംഖ്യ പറഞ്ഞ പോലെ വന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. എന്തായാലും SKN, ഇത് ഇനിയും അവിടെ ഭൂചലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവിടെ 2 പ്ലേറ്റുകൾ, യുറേഷ്യൻ ഭൂമിയുടെ പ്ലേറ്റ്, ഒരു യുറേഷ്യൻ പ്ലേറ്റും ഒരു പസഫിക് പ്ലേറ്റും ഉണ്ട്. ഇവ തമ്മിലുള്ള ഘർഷണത്തിൽ നിന്നും അല്ലെങ്കിൽ അവർ മാറുമ്പോഴാണ് അവിടെ ഭൂകമ്പം ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്ലേറ്റുകൾ ഏത് സമയത്തും പ്രശ്നമുണ്ടാക്കാം. അവിടെ ഇനിയും ഭൂകമ്പങ്ങൾ ഉണ്ടാവുമെന്നാണ് ഭൗമശാസ്ത്രജ്ഞർ പറയുന്നത്. SKN. ഓക്കെ, താങ്ക് യു ജെയിംസ്. മറ്റൊരു കാര്യം, യുക്രൈൻ യുദ്ധത്തിൽ പാശ്ചാത്യ സഹായം ലഭിച്ചില്ലെങ്കിൽ യുക്രൈൻ്റെ പല നഗരങ്ങളും തകർന്നു വീഴും എന്ന രീതിയിൽ വ്ളാഡിമിർ സെലൻസ്കി പറയുന്നു, യുക്രൈൻ പ്രസിഡന്റ്. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് നാറ്റോ സഖ്യം 14,000 കോടി രൂപ യുക്രൈന് നൽകാൻ തീരുമാനിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്.
റഷ്യ യുദ്ധം മുറുകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? SKN ഇപ്പോഴത്തെ അവസ്ഥയിൽ റഷ്യക്ക് 2 വർഷം കഴിയുമ്പോൾ റഷ്യക്ക് ഏതാണ്ടൊരു സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ ഉക്രൈൻ ജയിക്കുമ്പോൾ വലിയ ആഘോഷിക്കുകയും റഷ്യ മുന്നോട്ട് പോകുമ്പോൾ പതുക്കെ മൗനം പാലിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് റഷ്യ പ്രധാനപ്പെട്ട മേഖലകളിൽ ഗ്രാമങ്ങൾ പിടിച്ചടക്കുന്നു. കിഴക്കൻ ഉക്രൈനിൽ ഡോണറ്റ്സ്ക് അതുപോലെ തന്നെ ലുഹാൻസ്ക് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് നീങ്ങുന്നു. അവർ ഈ തീരദേശ പ്രദേശങ്ങൾ ഇപ്പോൾ ഒഡേസ വീഴാനുള്ള സാധ്യതയുണ്ട്. കാർക്കീവിൽ അവർ ആക്രമണം കൂട്ടുന്നു. പിടിച്ചു നിൽക്കാനുള്ള ആയുധങ്ങളില്ല എന്നുള്ളതാണ്. നേരത്തെ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് റഷ്യക്കെതിരെ മുന്നേറ്റം നടത്തിയിരുന്നത് ഉക്രൈൻ സേനയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ നേട്ടം റഷ്യയുടെ ബ്ലാക്ക് സീ ഫ്ലീറ്റ് എന്ന കപ്പൽ വ്യൂഹങ്ങൾ ഒരുപാട് തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അങ്ങനെ ഡ്രോണുകൾ അയച്ച് പ്രത്യേകിച്ച് തുർക്കിയിൽ നിന്ന് കിട്ടിയിരുന്ന ബരക്തിയ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ഉള്ളിൽ ഒരുപാട് ആക്രമണം നടത്താൻ കഴിഞ്ഞു. ക്രീമിയയിൽ ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതൊക്കെ ശരിയാണ്. പക്ഷേ ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കയിൽ $60 ബില്യൺ ഇത് കൊടുക്കാനുള്ള തീരുമാനം നടക്കാതിരിക്കുകയാണ്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നാറ്റോ സഖ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രിമാർ കഴിഞ്ഞ ദിവസം ബ്രസൽസിൽ യോഗം ചേർന്നിരുന്നു. അവരുടെ ഈ മണിക്കൂറുകളിൽ വരുന്ന തീരുമാനം $10,000 കോടി 5 വർഷത്തേക്കായിട്ട് യുക്രൈന് നൽകാനാണ്. പക്ഷേ അത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. ആ രീതിയിലുള്ള സൈനിക സഹായം നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഉക്രൈനിൽ റഷ്യ വിജയിച്ചാൽ പിന്നെ വരാൻ പോകുന്ന അടുത്തുള്ള രാജ്യങ്ങൾ പോളണ്ട് തുടങ്ങി അതിന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളൊക്കെ ബാൾട്ടിക് സ്റ്റേറ്റ്സ് ഒക്കെ പ്രശ്നത്തിലാണ്. അപ്പോൾ അത് വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് യൂറോപ്പ് പറയുന്നു. SKN അത് ഫ്രാൻസിലെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു, നമ്മൾ നാറ്റോ സഖ്യത്തിൻ്റെ സൈന്യത്തെ ഉക്രൈനിലേക്ക് അയക്കണം. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് മറ്റു രാജ്യങ്ങൾ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. റഷ്യയുടെ മുന്നറിയിപ്പ് ഈ മണിക്കൂറുകളിൽ വന്നിട്ടുണ്ട്. റഷ്യൻ ഡിഫൻസ് മിനിസ്റ്റർ സെർജി ഷോയ്ഗു പറഞ്ഞിരിക്കുന്നത്, അവർ ഫ്രഞ്ച് ഡിഫൻസ് മിനിസ്റ്ററെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഉക്രൈനിലേക്ക് ഈ സൈന്യത്തെ അയച്ചാൽ ഫ്രാൻസിനെ ആക്രമിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്നുള്ള ഭീഷണി കൂടി ഈ മണിക്കൂറുകളിൽ റഷ്യ മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആകെ അലങ്കോലമാണ് ഉക്രൈനിലെ അവസ്ഥ. SKN എന്തായാലും ഉക്രൈൻ വീഴാനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതലാണ്. താങ്ക് യു PP ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.